വെൽക്കം ബാക്ക് ടു ഹാൻഡ് മെയ്ഡ് ബൈ ഹസ്ന. ഇന്ന് എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ഈ എംബ്രോയിഡറി ത്രെഡിന് 5 രൂപ 10 രൂപ അതിന് ക്വാളിറ്റി അനുസരിച്ചിട്ട് പല റേറ്റിലും വരുന്നുണ്ട്. ഈ ത്രെഡിൽ നിന്ന് 50 സെൻറ്റിമീറ്റേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നീളത്തിൽ വെക്കണം. വീഡിയോയിൽ താഴെ വരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നൂല് ടേബിളിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 പീസ് നൂലും കൂടെ വേണം. അത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നൂലിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത്ത് കൂടുതൽ ഉള്ളതാണ് നല്ലത്. കൂടുതൽ ഉള്ള നൂലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആണെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ചെറുതാവാതിരിക്കുന്നത് നല്ലത്. അതിന് ഈ നമ്മൾ ആദ്യം വെച്ച നൂലുണ്ടല്ലോ അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള നൂലിൻ്റെ സെൻറ്ററിലെ മിഡിൽ പാർട്ട് നമ്മൾ ആദ്യം ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടില്ലേ, ആ നൂലിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് വരേണ്ടത്. ഇനി നമുക്കൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഈ മിഡിൽ പാർട്ട് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഈ നൂലിന് ഇതുപോലെ ഒരു സാധാരണ കെട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ ഉറപ്പിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കെട്ടിടുമ്പം നമ്മൾ ആദ്യം വെച്ച നൂലുണ്ടല്ലോ, ആ നൂലിൻ്റെ ഒരു ഫിംഗറിൻ്റെ ഒക്കെ ഒരു ലെങ്ത്തിൽ കുറച്ച് ലീവ് ചെയ്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ. കണ്ട മുകൾ ഭാഗത്ത് ഇത്രയും ഒരു ഗ്യാപ്പ് ലീവ് ചെയ്തിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട്. കെട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ലെഫ്റ്റ് സൈഡിലെ നൂലിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ നൂലിനെ വെക്കേണ്ടത്. അപ്പോൾ ഈ നൂല് ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി റൈറ്റ് സൈഡിലെ നൂലിൻ്റെ അറ്റം എടുക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെയും താഴെ കൂടെ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ നൂലിനെ കൊണ്ടുവരണം. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനെ പൊക്കി കൊടുക്കുക. എന്നിട്ട് കണ്ടോ ഈ നൂലിൻ്റെ താഴെക്കൂടെ എടുക്കുക, ഈ 2 നൂലിൻ്റെയും താഴെക്കൂടെ. ഇനി 2 സൈഡിലെയും നൂലിനെ ഇതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യത്തെ നോട്ടായതുകൊണ്ട് ഈ ഒരു നോട്ടും കൂടെ ഞാൻ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന നോട്ട്സ് ഒന്നും ഇത്രയും വലിച്ച് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. അതായത് റൈറ്റ് സൈഡിലെ നൂലിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ് സൈഡിൻ്റെ നൂലിൻ്റെ അറ്റം എടുത്തിട്ട് ഈ നൂലിൻ്റെയും ഈ നടുവിലെ ഈ നൂലിൻ്റെയും താഴെ കൂടെ കൊണ്ടുവരണം. എന്നിട്ട് 2 നൂലിൻ്റെയും അറ്റം വലിക്കുക. ആദ്യം ചെയ്ത സെയിം തന്നെ, പക്ഷേ സൈഡ് മാറ്റിയിട്ട് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇനി ഉള്ള സ്റ്റിച്ചസ് ഒന്നും അധികം വലിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിലെ നൂലിനെ റൈറ്റ് സൈഡിലോട്ട് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലെ നൂലിനെ ഈ 2 നൂലിൻ്റെയും താഴെ കൂടെ എടുക്കുക. ഇനി ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അടുത്തതിന് റൈറ്റ് സൈഡിൽ ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിലെ നൂലിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ നൂലിനെ ഇതിൻ്റെ താഴെ കൂടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഇനി ഈ സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ നൂല് കഴിയുന്നത് വരെയും നമുക്ക്, അല്ലെങ്കിൽ എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്ത് വരെയും നമ്മളിങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. ഈ സൈഡ്സ് മാറിപ്പോയരുത്. സൈഡ്സ് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ബാൻഡ് നീറ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം. റൈറ്റും ലെഫ്റ്റും പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് തീർക്കാം. നമ്മളിത് മുഴുവനായിട്ട് ചെയ്തെടുക്കുകയാണ്. ഈ നോട്ട്സ് ഇടാൻ വേണ്ടി എടുക്കുന്ന നൂലിന് കുറച്ച് എക്സ്ട്രാ ലെങ്ത്തുള്ള എടുക്കുന്നത് നല്ലത്. കാരണം ഈ നോട്ട്സ് ഇട്ട് വരുമ്പോൾ കണ്ടോ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് നമ്മളുടെ നോട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കെട്ടിട്ടിട്ട് ഇതിനെ അവസാനിപ്പിക്കാം. സാധാരണ കെട്ട് തന്നെ 2 പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം കട്ട് ചെയ്തിട്ട് കുറച്ച് അവിടെ ഗ്ലൂ ആക്കി കൊടുക്കണം. ഗ്ലൂ ആക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിങ്ങനെ അഴിഞ്ഞു പോരും, ഈ നോട്ട്സൊക്കെ അഴിഞ്ഞു പോരും. അപ്പം ഫാബ്രിക് ഗ്ലൂ അല്ലാന്നുണ്ടെങ്കിൽ ക്വിക്ക് ഫിക്സ് ഒക്കെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആ കെട്ടിൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ബാൻഡിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതായത് നോട്ടിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അതിനായിട്ട് യെല്ലോ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാൻഡ് ഈ ഒരു ഷേപ്പിൽ വെച്ചതിന് ശേഷം ഈ യെല്ലോ കളർ യാൺ ഉണ്ടല്ലോ അതിൻ്റെ മിഡിൽ പോർഷൻ റെഡ് കളർ യാണിൻ്റെ താഴെ വരുന്ന പോലെ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ നോട്ട്സ് ചെയ്തില്ലേ ആ സെയിം പാറ്റേണിൽ തന്നെയാണ്, അതായത് ഇവിടെ ചെയ്ത സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ഭാഗവും ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു യെല്ലോ കളറിനെ ഫസ്റ്റ് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് യാണിങ്ങനെ വെച്ചു. അതിനുശേഷം റൈറ്റ് സൈഡിലെ യാൺ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഫസ്റ്റ് നോട്ട് ഇടുകയാണ്. അപ്പോൾ ഈ നോട്ട് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ യാൺ സ്ട്രെയിറ്റായി നിന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് നോട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിച്ചാലേ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള യാൺ കിട്ടുള്ളൂ, എങ്കിലേ നമുക്ക് നീറ്റായിട്ടുള്ള നോട്ട്സും കിട്ടുള്ളൂ. ഫസ്റ്റ് നോട്ട് കുറച്ചൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് സെക്കൻഡ് നോട്ട് ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിലെ യാണിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ്. ലെഫ്റ്റ് സൈഡിലെ യാണിനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ടും ഈ നൂലുകളുടെ താഴെ കൂടെ കൊണ്ടുവരാണ്. ഇതേപോലെ എത്ര ലെങ്ത്ത് നമുക്ക് ആ നോട്ടിന് വേണോ അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന നോട്ടിന് അധികം ലെങ്ത് ഒന്നും വേണ്ട, ഒരു 4 or 5 ഒക്കെ എണ്ണം ചെയ്താൽ മതി. അതിനുശേഷം കെട്ടിട്ടതിന് ശേഷം നമ്മൾ മറ്റേ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ കെട്ടിട്ട ശേഷം എക്സ്ട്രാ നിൽക്കുന്ന യാൺ കട്ട് ചെയ്തിട്ട് ക്വിക്ക് ഫിക്സോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തും ഈ ഗ്ലൂ ചെയ്യുന്ന ഭാഗം വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ചെയ്യാനായിട്ട് മറക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നൂലൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോരും, പെട്ടെന്ന് ഈ ബാൻഡ് കേടായി പോവും. അത് എക്സ്ട്രാ നിൽക്കുന്ന യാണൊക്കെ അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഫൈനൽ ഈ ഒരു ബാൻഡിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് 2 ബീഡ്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ വുഡൻ ബീഡാണ് എടുത്തിട്ടുള്ളത്. അത് ഈ 2 നീളത്തിലുള്ള പീസ് ഉണ്ടല്ലോ അതിൽ കോർത്തിട്ട് അറ്റത്തോടൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കയ്യിൽ വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പം നമ്മളിട്ട് ആ ഒരു നോട്ട്സൊക്കെ റിസ്റ്റിൻ്റെ മേലെയും പിന്നെ ആ ബീഡ്സ് വരുന്ന ഭാഗം താഴെയായിട്ടാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ടേക്ക് കെയർ. ബൈ.